വെൽക്കം ബാക്ക് ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ UG ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറാണ്. സോ ആ സബ്ജക്റ്റിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇനി നമുക്ക് അതിൽ സെക്കൻഡ് യൂണിറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ കോഡ്, നിങ്ങളുടെ കോഴ്സ് കോഡ് വരുന്നത് SGP24EG101AC അറിയാലോ. ഓക്കെ, ദ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്. സോ നമ്മൾ അതിൽ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ പേര് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് എന്നാണ്. നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ പേര് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് അല്ലേ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ബ്ലോക്കിൽ ആദ്യത്തെ ഒരു യൂണിറ്റ് അല്ലേ, ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് യൂണിറ്റ് ആണ് നോക്കാനുള്ളത്. സെക്കൻഡ് യൂണിറ്റിൻ്റെ പേര് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് പറഞ്ഞില്ലേ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബാരിയേഴ്സ് അഥവാ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ആദ്യം എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ദെൻ അതുപോലെ തന്നെ ബാരിയർ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആ ഒരു വേർഡിൻ്റെ മീനിങ് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, ദെൻ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് കിട്ടും എന്താണ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, സെൻഡിങ് ആൻഡ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് അല്ലേ. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറയാം അല്ലേ. ഒരു സെൻഡറും മെസ്സേജും അതുപോലെ തന്നെ ഒരു റിസീവറും ഉണ്ടായിരിക്കും ഒരു കോൺവെർസേഷനിൽ അല്ലേ. ആശയവിനിമയം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ദെൻ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുത്തുന്ന എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായാൽ അല്ലെ, എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ അതിനെ ബാരിയർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അല്ലെ. തടസ്സം അല്ലെ, അത് തന്നെയാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് എന്ത്, ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ബാരിയർ എന്നൊക്കെ. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ആസ്പെക്ട്സ് ഓർ കണ്ടീഷൻസ് ദാറ്റ് ഇന്റർഫിയർ വിത്ത് എഫക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഓർ തോട്ട്സ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ആശയങ്ങളും ചിന്തകളും അല്ലേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ, അതായത് ആശയങ്ങളും ചിന്തകളും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ അല്ലേ, കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ തടസ്സം അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, സിമ്പിളാണ്. കമ്മ്യൂണിക്കേഷൻ എന്താണ്, ആശയവിനിമയം നടത്തുക അല്ലേ, ആ സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് അല്ലേ, പരസ്പരം ആശയങ്ങളും ചിന്തകളും അല്ലെങ്കിൽ ആ ഒരു സന്ദേശങ്ങളൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം എന്ന് പറയുന്നത്. ബാരിയർ എന്ന് പറഞ്ഞാൽ അല്ലേ, ഏതൊരു പ്രവൃത്തിയിലും ഒരു തടസ്സം അല്ലെ, ഒരു ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ അല്ലേ അതിൻ്റെ ബാരിയർ എന്നാണ് പറയുക. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ ഇത്തരത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലേ അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ. അതാണ് പറയുന്നത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, ദെൻ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, അതുപോലെ ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ് ഉണ്ട് അല്ലേ, ലാംഗ്വേജ് ബാരിയേഴ്സ് അഥവാ സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയും. ദെൻ ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കൾച്ചറൽ ബാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് വരുന്നുണ്ട് കമ്മ്യൂണിക്കേഷനിൽ. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഏതൊക്കെ ബാരിയേഴ്സ് ആണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കാം. ഓക്കെ, ഏതൊക്കെ ബാരിയേഴ്സിനെ കുറിച്ചാണ് ഏതൊക്കെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൽ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ് നമ്മുടെ ടെക്സ്റ്റിൽ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, എന്താണ് രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. ദ ഇൻഫ്ലുവൻസ് ഓഫ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ദി കമ്മ്യൂണിക്കേറ്റേഴ്സ്. അതായത് ഇവിടെ കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആശയവിനിമയം നടത്തുന്ന ആളുകൾ ആരൊക്കെയാണ്, സെൻഡറും റിസീവറും അല്ലേ, മെസ്സേജ് പറയുന്ന ആളും ആ മെസ്സേജ് സ്വീകരിക്കുന്ന ആളും അല്ലേ, സെൻഡർ ആൻഡ് റിസീവർ ഈ രണ്ട് കമ്മ്യൂണിക്കേറ്റേഴ്സിൻ്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് അല്ലേ, അതിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് സ്വാധീനം എന്താണ്, വിച്ച് ക്രിയേറ്റ്സ് ആൻ ഒബ്സ്റ്റക്കിൾ ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, അവരുടെ ആ ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ അത് എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ എത്തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ബേസ് അതാണ് ഈ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഡിസ്റ്റോർട്ടഡ് കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ദേ ക്യാൻ ബി ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻസ്, അതുപോലെ ഇമോഷൻസ്, സെൽഫ് ഇമേജ്, ദെൻ
ക്ലോസ്ഡ് മൈൻഡ്, ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവും അല്ലേ, മനുഷ്യന്മാരാണ്. അപ്പോൾ നമുക്ക് വർത്താനം പറയുമ്പോൾ അല്ലേ ചിലപ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങളും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ നമ്മളുടെ ഒപ്പീനിയനൊക്കെ പല കാര്യത്തോടും എന്താണ് വ്യത്യസ്തമായിരിക്കും അല്ലെ. ഒരാളുടെ കാഴ്ചപ്പാടാവില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക. അപ്പോൾ ആ സംസാരത്തിനിടയിൽ വരുന്ന അല്ലെ, ഇപ്പോൾ ഒരാളുടെ മെന്റൽ സ്റ്റേറ്റ് ആവില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക, അയാൾ ചിന്തിക്കുന്ന രീതിയിലാവില്ല ഇയാൾ ചിന്തിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ചില ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ, അതാണ് ഈ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇമോഷണൽ ബാരിയേഴ്സ്. എങ്ങനെ വൈകാരികപരമായിട്ട് ഒരുപാട് തടസ്സങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് നോക്കാം. ദ ഇമോഷണൽ സ്റ്റേറ്റ് മേ ഇൻഫ്ലുവൻസ് യുവർ കപ്പാസിറ്റി ടു മേക്ക് യുവർ സെൽഫ് അണ്ടർസ്റ്റുഡ് ആൻഡ് ഹാമ്പർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അതേഴ്സ്. അതായത് ഇപ്പോൾ നമ്മളുടെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതെന്തിനെ സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്, അതെന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. യുവർ കപ്പാസിറ്റി ടു മേക്ക് യുവർ സെൽഫ് അണ്ടർസ്റ്റുഡ് അല്ലേ, നമുക്ക് സ്വയം മനസ്സിലാക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാനും പാകത്തിൽ എന്ത് ചെയ്യും, നമ്മളുടെ വികാരങ്ങൾ അല്ലെ നമ്മളുടെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. മെനി ടൈംസ് ഇമോഷണൽ ബാരിയേഴ്സ് ഓൺ യുവർ പാർട്ട് ഓർ ദി പാർട്ട് ഓഫ് ദി അതർ പേഴ്സൺ യു ആർ സ്പീക്കിംഗ് വിച്ച് മേ ഇൻഹിബിറ്റ് യുവർ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഓൺ ആൻ എഫക്റ്റീവ് ലെവൽ. അത് ചില സമയത്ത് ഈ ഇമോഷണൽ ബാരിയേഴ്സ് നമ്മളുടെ പക്കൽ നിന്നുള്ള ഇമോഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ ഇമോഷൻസ് അല്ലെ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തെ ആളുടെ ഇമോഷൻസ് വികാരങ്ങൾ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ അല്ലെ, അത് കാരണം ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഇമോഷണൽ ബാരിയർ എന്ന് പറയുക. ഓക്കെ, ദെൻ എന്തൊക്കെ ഫാക്ടേഴ്സ്, അതായത് ഇമോഷണൽ ബാരിയർ വരാൻ കാരണമാകുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് ഭയം അല്ലെങ്കിൽ അരക്ഷിതത്വം. ഓക്കെ, അതാണ് ഫിയർ ഓർ ഇൻസെക്യൂരിറ്റി. ദെൻ മിസ്ട്രസ്റ്റ് വിശ്വാസമില്ലായ്മ. പിന്നെ സ്ട്രെസ് അല്ലെ, നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നമ്മൾ ആകെ ടെൻഷനും ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ അല്ലെ ആ ഒരു സ്ട്രെസ് അല്ലെ ഒരു ഭാരം നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ അത്തരത്തിൽ ഒരു വിശ്വാസമില്ലായ്മ, മിസ്ട്രസ്റ്റ്, അതുപോലെ തന്നെ ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു മിസ്ട്രസ്റ്റ്, അതുപോലെ സ്ട്രെസ്, ദെൻ ഒരു ഭയം അല്ലെ, ഒരു സെൻസ് ഓഫ് ഫിയർ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി അല്ലെ, അരക്ഷിതത്വം. ഇതൊക്കെയാണ് ഇമോഷണൽ ബാരിയർ കമ്മ്യൂണിക്കേഷനിൽ ഇത്തരം വികാരപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നതിന് കാരണമാകുന്ന ചില ഘടകങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഭയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അരക്ഷിതാവസ്ഥ, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസെക്യൂർനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേടി ഉള്ളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വാസമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുമായിട്ട് അല്ലെ അവിടെ ഒരു ഇമോഷണൽ ബാരിയർ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ ബാരിയർ. ഫിസിക്കൽ ബാരിയേഴ്സ് റിലേറ്റ് ടു ദ ഡിസ്റ്റർബൻസ് ഇൻ ദ ഇമീഡിയറ്റ് സിറ്റുവേഷനിലെ ആ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ അല്ലെ, പെട്ടെന്ന് തന്നെ ഇമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സഡൻ അല്ലെ, ആ ഒരു സാഹചര്യത്തിൽ അല്ലെ പെട്ടെന്നുള്ള സാഹചര്യത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസ്റ്റർബൻസിനെ അതിനോട് റിലേറ്റബിൾ ആണ് എന്ത് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ഇന്റർഫിയർ ഇൻ ദ കോഴ്സ് ഓഫ് ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ എന്ത് ചെയ്യും, അത് ഇന്റർഫിയർ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഡിസ്റ്റർബൻസ് അല്ലെ, പെട്ടെന്ന് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ശല്യം അല്ലെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് അവിടെ വരികയാണെങ്കിൽ അതാണ് ഫിസിക്കൽ ബാരിയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സം ഓഫ് ദം ആർ ഈസി ടു ആൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് അല്ലെ, ചില ഡിസ്റ്റർബൻസസ് അല്ലെ, ചില ഫിസിക്കൽ ബാരിയേഴ്സ് എന്താണ് മാറ്റാൻ എളുപ്പമായിരിക്കും അല്ലേ. ദെൻ സം മേ പ്രൂവ് ടു ബി ടഫ് ഒബ്സ്റ്റക്കിൾസ് ഇൻ ദ പ്രോസസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ചില ഫിസിക്കൽ ബാരിയേഴ്സ് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ ക്ലിയർ ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ രണ്ട് വ്യക്തികൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നോയ്സോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അല്ലേ, ആ ഒരു ഇമീഡിയറ്റ് സിറ്റുവേഷനിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നാൽ ചിലത് അപ്പം തന്നെ പരിഹരിക്കാൻ കഴിയും, ചിലത് എന്താണ് ആ ഒരൊറ്റ പ്രശ്നം കാരണം ചിലപ്പോൾ അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ തടസ്സപ്പെടും അല്ലേ. അതാണ് ഫിസിക്കൽ ബാരിയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഫിസിക്കൽ ബാരിയർ വരാൻ കാരണമായിട്ടുള്ള ഘടകങ്ങൾ, എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിന് കാരണമാവുന്നത് എന്നുള്ളതാണ്. ഫാക്ടേഴ്സ് കോസിങ് ഫിസിക്കൽ ബാരിയർ നോക്കാം. ഡിഫക്ട്സ് ഇൻ മീഡിയ, ഡിസ്ട്രാക്ഷൻ ഇൻ എൻവയറോൺമെന്റ്, ഡിസ്റ്റൻസ്, ഫിസിക്കൽ ഡിസബിലിറ്റി, ഇഗ്നോറൻസ് ഓഫ് മീഡിയ അല്ലെ, ഇതേപോലത്തെ സൗണ്ട് അല്ലെ, എക്സ്റ്റേണൽ നോയ്സസ് അങ്ങനത്തെ, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ദൂരം അല്ലെ. ഡിസ്ട്രാക്ഷൻ ഇൻ എൻവയറോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന കാര്യമായിട്ടും നോയ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ മീഡിയയിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓക്കെ ഇതാണ് ഫിസിക്കൽ ബാരിയേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വ്യക്തികൾക്കിടെ അവർക്ക് എന്തെങ്കിലും അല്ലെ, ഒന്നെങ്കിൽ സെൻറ്ററിനാവട്ടെ അല്ലെങ്കിൽ റിസീവറിനാവട്ടെ ആർക്കെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒക്കെ ഈ ഒരു ഫിസിക്കൽ ബാരിയർ കമ്മ്യൂണിക്കേഷനിൽ വരാൻ കാരണമാകുന്നത്. അതൊക്കെ ഫിസിക്കൽ ബാരിയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ എങ്ങനെ ഫിസിക്കൽ ബാരിയേഴ്സിനെ നമുക്ക് ഓവർകം ചെയ്യാം, തരണം ചെയ്യാം?
യൂസ് ക്ലിയർ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് വെൻ സ്പീക്കിംഗ്, അല്ലെ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഭാഷ വേണം ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് ഉപയോഗിക്കുക. പിന്നെയോ മേക്ക് ഷുവർ യുവർ ബോഡി ലാംഗ്വേജ് ഈസ് ഓപ്പൺ ആൻഡ് വെൽക്കമിങ്, അല്ലെ നമ്മളുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആയിട്ടല്ലേ നമ്മൾ വെൽക്കം ചെയ്യാണ്, അല്ലെ നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ നല്ല രീതിയിൽ അല്ലെ ഒരു ബോഡി ലാംഗ്വേജ് ഐ കോൺടാക്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ബി അവെയർ ഓഫ് യുവർ ടോൺ ഓഫ് വോയിസ് ആൻഡ് എൻഷുർ ഇറ്റ് ഈസ് ഫ്രണ്ട്ലി ആൻഡ് അപ്രോച്ചബിൾ. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ വോയിസിന്റെ അല്ലെ നമ്മുടെ ശബ്ദത്തിന്റെ ടോണ് ഫ്രണ്ട്ലി ആണ്, സൗഹൃദപരമായിട്ടുള്ള രീതിയിൽ അല്ലെ നല്ല രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്, നല്ലൊരു അപ്രോച്ചബിൾ ആണ് എന്നുള്ളത്, ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആണ് എന്നുള്ളത് കേൾക്കുന്ന ആൾക്ക് തോന്നണം, അല്ലെ. അപ്പം നമ്മളുടെ ആ ഒരു ശബ്ദം അല്ലെ അതിൻ്റെ ടോണ്, നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ടോണൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ യൂസ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ടു കൺവേ യുവർ മീനിങ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം അതിൻ്റെ ആ ഒരു റിയൽ മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ കാണിക്കേണ്ടി വരും, അല്ലേ. അപ്പോൾ നമ്മൾ നല്ല ഫേഷ്യൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുക. ദെൻ മേക്ക് ഐ കോൺടാക്ട് വിത്ത് ദ പേഴ്സൺ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത്. അതുപോലെ തന്നെ സംസാരിക്കുന്ന വ്യക്തിയുമായിട്ട് നല്ലൊരു നേത്രസമ്പർക്കം പുലർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നല്ലൊരു ഐ കോൺടാക്ട് കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ദെൻ യൂസ് ഹാൻഡ് ഗെസ്റ്റേഴ്സ് ടു എംഫസൈസ് യുവർ പോയിന്റ്സ്. അപ്പോൾ നമ്മളുടെ പോയിന്റ്സ് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്ന രീതിയിൽ വേണം പറയാൻ. അതായത് നമ്മളുടെ പോയിന്റ്സ് ക്ലിയർ ആകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ ഹാൻഡ് ഗെസ്റ്റേഴ്സ് അല്ലെ കൈകൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഫിസിക്കൽ ബാരിയർ ഒരു പരിധി വരെ കമ്മ്യൂണിക്കേഷനിൽ തടയാൻ സാധിക്കും, അല്ലെങ്കിൽ തരണം ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കൾച്ചറൽ ബാരിയർ. എന്താണ് കൾച്ചറൽ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചേഴ്സ് പ്രൊവൈഡ് പീപ്പിൾ വേസ് ഓഫ് തിങ്കിങ്, വേസ് ഓഫ് സീയിങ്, ഹിയറിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ വേൾഡ്, അല്ലേ. കൾച്ചർ നമുക്കറിയാം എന്താണ്, സംസ്കാരം, അല്ലെ. ഒരാളുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുക, അയാൾ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, അല്ലെ. അതായത് അയാൾ കണ്ടും കേട്ടും വളർന്ന കാര്യങ്ങൾ, അല്ലെ. ഈ കാര്യങ്ങൾ അയാൾ ചിന്തിക്കുന്ന, ഇപ്പം അല്ലെ ഒരു വ്യക്തി ചിന്തിക്കുന്ന രീതി, അയാൾ കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾ കാണുന്ന കാര്യങ്ങൾ, അല്ലെ, അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ അതുപോലെ തന്നെ അയാൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വേൾഡ് അല്ലെ ലോകത്തിനെ കുറിച്ച് സമൂഹത്തെക്കുറിച്ചൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതൊക്കെ എന്തിനെ ആശ്രയിച്ച, അല്ലെ അയാളുടെ ആ ഒരു സംസ്കാരത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുക, അല്ലെ. ഒരു വ്യക്തി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അയാളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിനനുസരിച്ചായിരിക്കും ഇരിക്കുക. ഓക്കെ, സോ സിമിലർ വേർഡ്സ് ക്യാൻ മീൻ ഡിഫറെൻറ്റ് തിങ്സ് ടു പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഈവൻ വെൻ ദേ ടോക്ക് ദ സെയിം ലാംഗ്വേജ്. ഇപ്പം ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ ചില വാക്കുകൾ വ്യത്യസ്തമായിരിക്കും, അതെ. ഇപ്പം നമ്മൾ മലപ്പുറത്ത് മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം മലയാളം ഭാഷ നമ്മൾ കേരളീയരെല്ലാവരും മലയാളം തന്നെയാണ് സംസാരിക്കുക, അല്ലെ. നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ കാസർഗോഡും അതുപോലെ കണ്ണൂരും നമ്മളെ മലപ്പുറവും പാലക്കാടും എല്ലാം മലയാളീസ് തന്നെയാണ്, എല്ലാവരും മലയാളം തന്നെ സംസാരിക്കുന്നത് ഈ ജില്ലകളിലൊക്കെ. പക്ഷേ പാലക്കാട് മലയാളം സംസാരിക്കുന്ന ആ ഒരു സ്ലാങ് അല്ല മലപ്പുറം മലയാളം സംസാരിക്കുന്നത്, അല്ലെ. അതുപോലെ മലപ്പുറത്തുകാർ മലയാളം സംസാരിക്കുന്ന രീതിയിലല്ല കാസർഗോഡ് കണ്ണൂരൊക്കെ പോയാൽ എൻ്റയർലി ഡിഫറെൻ്റ്, വളരെ സ്പീഡ് കൂടുതലായിരിക്കും. കണ്ണൂരൊക്കെ നമുക്ക് എന്താ പറയുന്നത് തന്നെ മനസ്സിലാവില്ല. കാസർഗോഡ് ഒക്കെ പോയി കഴിഞ്ഞാൽ കാസർഗോഡ് അതുപോലെ തന്നെ ആ ഒരു കോഴിക്കോട് ഭാഗമൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ നമുക്ക് കാസർഗോട്ടുകാരെന്താ അവർ മലയാളം തന്നെയാണോ സംസാരിക്കുന്നതെന്ന് വരെ നമ്മൾ അന്തപ്പെട്ടു പോകും, അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകൾ തന്നെയാണെങ്കിലും അവർക്കിടയിൽ അവരുടെ സംസ്കാരങ്ങൾ വ്യത്യാസമായിരിക്കും, അല്ലെ. അവർക്കും പല കാര്യങ്ങളിൽ അതേപോലെ കാസർഗോഡ് നമ്മളിവിടെ പറയുന്ന പല കാര്യങ്ങൾക്കും അല്ലെ പല പേരുകളും ആവില്ല അവർ പല വസ്തുക്കൾക്കും അവിടെ പറയുക, അല്ലെ. അതായത് ആ ഒരു ജില്ലയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു കൾച്ചർ, അവരുടെ ഒരു രീതി, അവരുടെ എന്താണ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവരുടെ ഭാഷയാവട്ടെ, ഡ്രസ്സിങ് ആവട്ടെ, ഏതൊരു രീതി, അല്ലെ. അവരുടെ സംസാരവും അവരുടെ കൾച്ചറൊക്കെ വേറെ രീതിയിലാവും, അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഒരേ വാക്കുകൾ തന്നെ പല രീതിയിലായിരിക്കും പലയിടത്തും പറയുന്നുണ്ടാവുക, ഒരേ ഭാഷയാണെങ്കിൽ കൂടി, അല്ലെ. പല ആളുകൾക്ക് അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും, അല്ലെ. അതൊക്കെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ആ ഒരു വ്യത്യാസം അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കൾച്ചറൽ ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരാൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെ, ഇപ്പോൾ കാസർഗോഡുള്ള ഒരാളും മലപ്പുറത്തുള്ള ഒരാളും സംസാരിക്കുമ്പോൾ, അല്ലെ, അവിടെ ഒരു കൾച്ചറൽ ബാരിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് അല്ലെ ഒരാൾ പറയുന്ന അല്ലെങ്കിൽ വേണ്ട, അപ്പം നമ്മൾ ഈ ഒരു മലപ്പുറത്ത് തന്നെ ആയിക്കോട്ടെ ഇവിടെയും പ്രാദേശികമായിട്ട് പല മാറ്റങ്ങളും ഉണ്ടാവും, അല്ലെ. അപ്പം അതാ പറയുന്നത്. അപ്പം ഇങ്ങനെ പല വാക്കുകൾ ഉപയോഗിക്കുന്ന പല വാക്കുകൾ ചെയ്യുന്ന പല പ്രവർത്തികളൊക്കെ എന്താ അതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടാവും. അതാണ് ഈ കൾച്ചറൽ ബാരിയേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് ഈ ഒരു കൾച്ചറൽ ബാരിയർ കമ്മ്യൂണിക്കേഷനിൽ വരാൻ കാരണമായിട്ടുള്ളത് നോക്കാം. ഫാക്ടേഴ്സ് കോസിങ് കൾച്ചറൽ ബാരിയർ: ഡൈവേഴ്സിഫൈഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലെ, വ്യത്യസ്ത തരം വിഭിന്നമായിട്ടുള്ള വൈവിധ്യമാർന്ന സാംസ്കാരിക പശ്ചാത്തലം.
അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഭാഷ അല്ലെ, ലാംഗ്വേജ് ആൻഡ് ആക്സെന്റ്, അതുപോലെ തന്നെ ബിഹേവിയർ ആൻഡ് നേച്ചർ, സ്വഭാവവും ഒരു ആളുടെ ഒരു ഓവറോൾ നേച്ചർ അല്ലെ, പ്രകൃതം, സ്വഭാവം, പ്രകൃതം, അതുപോലെ തന്നെ മതം അല്ലെ, റിലീജിയൻ, അതൊരു വലിയ ഘടകം തന്നെയാണ് അല്ലെ. മതപരമായിട്ടുള്ള ഒരുപാട് സ്ലാങ്ങുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ മുസ്ലിംസ് സംസാരിക്കുന്ന ആ ഒരു രീതിയിലാവില്ല ഹിന്ദുസ് സംസാരിക്കുക, ഹിന്ദുസ് സംസാരിക്കുന്ന ഒരു സ്ലാങ് അല്ല ക്രിസ്ത്യൻസിന്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മതപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു കൾച്ചറൽ ബാരിയറിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ കൾച്ചറൽ ബാരിയർ വരാൻ കാരണമായിട്ടുള്ള ഘടകങ്ങളാണ്, ഫാക്ടേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കൾച്ചറൽ വൈവിധ്യമാർന്നിട്ടുള്ള അല്ലെ, വ്യത്യസ്തമായ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന സാംസ്കാരിക പശ്ചാത്തലം അല്ലെ, ഡൈവേഴ്സിഫൈഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ലാംഗ്വേജ് ആൻഡ് ആക്സെന്റ്, അതുപോലെ തന്നെ ബിഹേവിയർ ആൻഡ് നേച്ചർ, ദെൻ റിലീജിയൻ, മതം. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു കൾച്ചറൽ ബാരിയറിനെ ഓവർകം ചെയ്യാം, തരണം ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ്, അതായത് നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയുമായിട്ട് അല്ലെ, നമുക്ക് അവരുടെ ഒരു കൾച്ചർ ബാക്ക്ഗ്രൗണ്ട്, സംസ്കാര പശ്ചാത്തലം, അവരുടെ ഒരു സംസ്കാരം എങ്ങനെയാണ്, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു തറോ നോളജ് അല്ലെ, ഒരു വ്യക്തമായ അറിവ്, ധാരണ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, അയാളുടെ ഒരു ഭാഷ അല്ലെങ്കിൽ അയാളുടെ സ്ലാങ്, അയാളുടെ പ്രവർത്തികൾ, അയാളുടെ രീതികൾ, അയാൾ ഏത് പശ്ചാത്തലത്തിൽ നിന്നല്ലേ, അയാൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ വ്യക്തിയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ അല്ലെ ഈ ഒരു കൾച്ചറൽ ബാരിയർ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്ന് തരണം ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ കണ്ടക്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ്, ദെൻ വർക്ക് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് റൺ ഫ്രീക്വന്റ് മീറ്റിംഗ് അല്ലെ, ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ മീറ്റിംഗ് ഒക്കെ കൂടുക അല്ലെ, അങ്ങനെ ഒരു ക്രോസ് കൾച്ചർ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്രോസ് കൾച്ചർ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ പല സംസ്കാരത്തിൽപ്പെട്ട ആളുകളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടണം അല്ലെ. അപ്പോൾ ഓരോ വ്യക്തിയുടെയും അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ അല്ലെ, ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് അല്ലെ, ആ ഒരു എന്താ പറയുക കൾച്ചറൽ ബാരിയർ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആർ റിലേറ്റഡ് ടു എ പേഴ്സൺസ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് അല്ലെ. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് അല്ലെ. അപ്പോൾ ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ആരോഗ്യം അല്ലെ, ഹെൽത്ത്, അതുപോലെ ഫിറ്റ്നസ്, ഇതിനോടൊക്കെ റിലേറ്റഡ് ആണ്, ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇറ്റ് മേ ഒക്കർ ഡ്യൂ ടു ദ ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് സെൻഡർ ഓർ റിസീവർ, അല്ലെങ്കിൽ അതായത് ഒന്നുകിൽ സെൻഡർ അല്ലെ, മെസ്സേജ് പറയുന്ന ആള് അല്ലെ, സെൻഡറിന്റെ അല്ലെങ്കിൽ റിസീവറിന്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ, ശാരീരിക അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ചാണ് ഈ ഒരു ഫിസിയോളജിക്കൽ ബാരിയർ വരുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഈ ഒരു ഫിസിയോളജിക്കൽ ബാരിയർ വരുന്നത് എങ്ങനെയാണ്, ഒന്നുകിൽ സെൻഡറിന്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ കാരണം അല്ലെങ്കിൽ റിസീവറിന്റെ ഫിസിക്കൽ കണ്ടീഷൻ കാരണം. ഫിസിക്കൽ ഡിഫക്ട്സ് ഇൻ വൺസ് ബോഡി മേ ഓൾസോ ഡിസ്റപ്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരാളുടെ ശരീരത്തിലെ ഫിസിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഡിഫക്റ്റ് ഒക്കെ കമ്മ്യൂണിക്കേഷനിൽ ചിലപ്പോൾ അതും കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം, എന്താണ് ഇവിടെ ഫിസിയോളജിക്കൽ ബാരിയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ തടസ്സങ്ങളാണ്, അങ്ങനെ ഫിസിക്കലായിട്ടുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സ്റ്റാമറിങ്, അതായത് വിക്ക് അല്ലെ, ചില ആളുകൾക്ക് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ ഇങ്ങനെ വിക്കിയാണ് അവർ സംസാരിക്കുക അല്ലെ, വിക്കൽ നമുക്കറിയാം, അതിനാണ് സ്റ്റാമറിങ് എന്ന് പറയുക. ദെൻ ഹിയറിംഗ് ഇമ്പയർമെന്റ് അല്ലെ, കേൾവിക്കുറവ്. ദെൻ പുവർ ഐസൈറ്റ് അല്ലെ, കാഴ്ചശക്തി കുറഞ്ഞ കാഴ്ചശക്തി. ദെൻ അതുപോലെ തന്നെ ഡിസ്കംഫർട്ട്, പെയിൻ, ഇൽനെസ് അല്ലെ, എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥ്യങ്ങൾ, ഇപ്പം നെഞ്ചുവേദനയോ അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശാരീരിക അസ്വസ്ഥ്യങ്ങൾ വരികയാണെങ്കിൽ അല്ലെ, അപ്പോൾ ഇത്തരം വ്യക്തികളായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെ, ഒന്നുകിൽ കേൾവിക്കുറവുള്ള ഒരു വ്യക്തിയായിട്ട്, അപ്പോൾ നമുക്ക് അയാൾക്ക് കേൾക്കാം, അപ്പോൾ അയാൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും കുറച്ചും കൂടി ഉറക്കം നമ്മൾ സൗണ്ട് ഇട്ട് പറയേണ്ടി വരും അല്ലെ. ഇതൊക്കെ കമ്മ്യൂണിക്കേഷനിൽ വരുന്നൊരു ഫിസിയോളജിക്കൽ ബാരിയർ ആണ് അതൊക്കെ അല്ലേ. അപ്പോൾ ഹിയറിംഗ് എംപയർമെൻ്റ് ഉള്ള വ്യക്തിയായിട്ട് അല്ലെങ്കിൽ കാഴ്ചശക്തി കുറവുള്ള ഒരാളായിട്ട് അല്ലെങ്കിൽ വിക്കലുള്ള അല്ലെ, സ്റ്റാമറിംഗ് ഉള്ള ഒരാളായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഡിസ്കംഫേർട്ട്, പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുള്ള ഒരു വ്യക്തികളായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഈ ഒരു ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ദീസ് ബോഡി ഓർഗൻസ് ഇസ് നെസസറി ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടു ടേക്ക് പ്ലേസ്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ബോഡി ഓർഗൻസ് ഒക്കെ അല്ലെ, ഈ ശരീരാവയവങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് ഡിഫക്റ്റ് ഇൻ എനി ഓർഗൻസ് കമ്മ്യൂണിക്കേഷൻ will be difficult to accomplish. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു കേടുപാട്, എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലേ,
തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കുറവുകൾ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവും അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. എന്താണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഗ്രേറ്റ്ലി അഫക്ട്സ് ദ കാപ്പബിലിറ്റി ഓഫ് ദ എംപ്ലോയീസ് ആസ് ഫാർ ആസ് ദി കമ്മ്യൂണിക്കേഷൻ ഈസ് കൺസേൺഡ്. അതായത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ഥാപനം അല്ലേ. അപ്പം ആ ഒരു സ്ഥാപനത്തിനോടകം വരുന്ന കുറച്ച് അവിടുത്തെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബാരിയേഴ്സ്, അതാണ് ഉദ്ദേശിക്കുന്ന ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. Then all the internal factors which block the process of communication are known as organizational barriers. അപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന, തടയുന്ന ഏതൊരു ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഏതൊരു ഇന്റേണൽ ഫാക്ടേഴ്സിനെയും നമ്മൾ എന്തെന്നാ പറയുന്നത്? ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ഓൾ ദി ഇന്റേണൽ ഫാക്ടേഴ്സ് വിച്ച് ബ്ലോക്ക് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ നോൺ ആസ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. അപ്പോൾ ഒരു സ്ഥാപനത്തിനോടകം അതായത് ഒരു സ്ഥാപനത്തിനോടകം ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെയുള്ള ഇന്റേണൽ ഫാക്ടേഴ്സ് അല്ലെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ അല്ലെ തടസ്സം വെക്കുന്ന രീതിയിൽ ഒരു സ്ഥാപനത്തിൽ അല്ലെ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഉള്ള കമ്മ്യൂണിക്കേഷനിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇന്റേണൽ ഫാക്ടേഴ്സ് അല്ലെ തടസ്സം നിൽക്കുകയാണെങ്കിൽ ആ ഇന്റേണൽ ഫാക്ടേഴ്സിനൊക്കെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്നാണ് പറയുക. സം സച്ച് ഫാക്ടേഴ്സ് ഹാവ് ഓൾറെഡി ബീൻ ഡിസ്കസ്ഡ് ലൈക്ക് റെസ്ട്രിക്റ്റീവ് എൻവയോൺമെന്റ്, ഡിസപ്റ്റീവ് ടാക്ടിക്സ്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അല്ലെ. അതായത് റെസ്ട്രിക്റ്റീവ് എൻവയോൺമെന്റ് അല്ലെ, തടസ്സം നിൽക്കുന്ന അത്തരം സാഹചര്യം, പ്രതികൂല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം പരിസരങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ അതിനെ തടയുന്ന രീതിയിലുള്ള ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള എല്ലാ ഇന്റേണൽ ഫാക്ടേഴ്സിനെ അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണോ അതിനെയാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തൊക്കെ ഘടകങ്ങളാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് വരുത്തുന്നത് നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് കോസിങ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്: ഒന്ന് സ്റ്റേറ്റസ് റിലേഷൻഷിപ്പ്, പിന്നെ ഒരു വൺ വേ ഫ്ലോ, പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ആ ഒരു സ്ഥാപനത്തിൻ്റെ അല്ല ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഘടകം അല്ലെ, അതുപോലെ തന്നെ അവിടുത്തെ നിയമങ്ങൾ അല്ലെ, നിയമങ്ങളും ചട്ടങ്ങളൊക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതുപോലെ ടു മെനി ലെവൽസ് ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമുക്കറിയാം ചില ബിസിനസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലെവലുകൾ അല്ലെ, പലതരത്തിൽ ഒരുപാട് ഡിവിഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. ഇതൊക്കെ എന്താണ് ഈ ഒരു ഓർഗനൈസേഷണൽ ബാരിയർ കമ്മ്യൂണിക്കേഷനിൽ വരാൻ കാരണമാവുന്നുണ്ട്. ദെൻ ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, തരണം ചെയ്യാം? പുവർ സ്ട്രക്ചർ ടു ദ കമ്മ്യൂണിക്കേഷൻ, ദെൻ എ വീക്ക് ഡെലിവറി, the use of wrong medium to deliver the communication, പിന്നെ ഒരു മിക്സഡ് മെസ്സേജ്, അതുപോലെ തന്നെ ഡിസ്ട്രാക്റ്റിംഗ് എൻവയോൺമെന്റ് അല്ലെ, നമ്മളെ തീർത്തും ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആകെ ഡിസ്റ്റർബ് ആവുന്ന രീതിയിൽ ഒരു ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പരിസരം. അതുപോലെ തന്നെ മെസ്സേജസ് ഡെലിവേർഡ് ടു ദ റോങ് ഓഡിയൻസ് അല്ലെ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആരോടാണോ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് വ്യക്തിയെ ഉദ്ദേശിച്ചാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണോ ആ ഒരു മെസ്സേജ് എത്തേണ്ടത് അത് അവിടെ ഡെലിവർ ആവാതെ വേറെ ഏതെങ്കിലും റോങ് പേഴ്സണ്, റോങ് ഓഡിയൻസിന് പോവുക അല്ലെ, അങ്ങനെ മിക്സഡ് മെസ്സേജ്. അതുപോലെ തന്നെ യൂസ് ഓഫ് റോങ് മീഡിയം ടു ഡെലിവർ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് തെറ്റായ ഒരു മീഡിയം തിരഞ്ഞെടുക്കുക. ഇതൊക്കെയാണ് എന്ത്. അപ്പം ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ ചെയ്യാം, നമുക്ക് ഈ ഒരു ഓർഗനൈസേഷണൽ ബാരിയർ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത വരുന്നതാണ് ലാംഗ്വേജ് ബാരിയേഴ്സ്. അപ്പം നമുക്ക് ലാംഗ്വേജ് ബാരിയേഴ്സ് മുതൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്താണ്, അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം, ഈ ഒരു കാര്യങ്ങൾ വരെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ലാംഗ്വേജ് ബാരിയേഴ്സ് മുതൽ നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഓൾ.